അലുവ അതിൽ കൊലക്കേസിൽ 10 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടത്. സൂര്യഗായത്രി കൊല്ലത്തും ചേരും. സൂര്യഗായത്രി, വിശദമായ ഒരു തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പ്രതികൾക്ക് സ്വാഭാവികമായ വധഭീഷണിയും ഉണ്ടാകും. എങ്ങനെയാണ് ഇനി തുടർ പോലീസ് നടപടികൾ? സുഹൈൽ, അതീവ സുരക്ഷയിലാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ പോലീസിന് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 11 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് പ്രതികളെ ചോദ്യം ചെയ്യും. കൂടാതെ ഈ ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുന്നത്. അത് കൂടാതെ തന്നെ ഈ ഇപ്പോൾ പിടിച്ച പ്രതികൾക്ക് നേരെ ഒരു ആക്രമണം, അതായത് മറുസംഘം ഒരു ആക്രമണം ഉണ്ടാക്കും എന്നുള്ള ചില സൂചനകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ കൊണ്ടുവരുന്നതൊക്കെ അതീവ സുരക്ഷയിലാണ് എന്നുള്ളതാണ്. മറുപക്ഷത്ത് കൂടാതെ അതീവ സുരക്ഷയിലാണ് പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കുന്നത്. പട്ടാപ്പകൽ നടുറോഡിൽ ഗുണ്ടാ കുടിപ്പകയിൽ ഒരാളെ വെട്ടിക്കൂട്ടി കൊന്നില്ലാതാക്കി കേസിലെ 10 പ്രതികളെയാണ് പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.